ബയോടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് വാസ്കുലർ ബണ്ടിൽസ്. നമുക്കറിയാം, ഹയർ പ്ലാന്റ്സിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചറാണ് വാസ്കുലറൈസേഷൻ. In higher plants, vascular tissue system serve as the conducting system. ഹയർ പ്ലാന്റ്സിൽ വാസ്കുലർ ടിഷ്യൂ സിസ്റ്റമാണ് കണ്ടക്റ്റിംഗ് സിസ്റ്റം ആയിട്ട് സെർവ് ചെയ്യുന്നത്. വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം എവിടെ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്? ദിസ് സിസ്റ്റം ഡെവലപ്പ് ഫ്രം ദ പ്രോകാമ്പിയം ഓഫ് എപ്പിക്കൽ മെരിസ്റ്റം. നമുക്കറിയാം, പ്ലാന്റ്സിൻ്റെ ടിപ്പിലുള്ള മെരിസ്റ്റമാണ് എപ്പിക്കൽ മെരിസ്റ്റം. അവിടെയുള്ള എപ്പിക്കൽ മെരിസ്റ്റത്തിലെ പ്രോകാമ്പിയത്തിൽ നിന്നാണ് വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം അറൈസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി നോക്കാം ഏതൊക്കെയാണ് വാസ്കുലർ ബണ്ടിൽസിൻ്റെ ടൈപ്സ്, എന്തൊക്കെയാണ് അവയുടെ ഫർദർ ക്ലാസിഫിക്കേഷൻ, ഏതൊക്കെ പ്ലാന്റ്സിലാണ് ഇവ കാണപ്പെടുന്നത് എന്നൊക്കെ. ടൈപ്സ് ഓഫ് വാസ്കുലർ ബണ്ടിൽസ് മെയിൻലി റേഡിയൽ ബണ്ടിൽസ് ആൻഡ് conjoined vascular bundles. Radial bundles and conjoined vascular bundles. അതിനു മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യമാണ്. വാട്ട് ആർ വാസ്കുലർ ബണ്ടിൽസ്? എന്താണ് വാസ്കുലർ ബണ്ടിൽസ്? ദേ ആർ ദ സ്ട്രാൻഡ്സ് ഓഫ് പ്രൈമറി വാസ്കുലർ ടിഷ്യൂ കണ്ടെയ്നിങ് ബോത്ത് സൈലം ആൻഡ് ഫ്ലോയം. വാസ്കുലർ ബണ്ടിൽസ് എന്നാൽ സ്ട്രാൻഡ്സ് ഓഫ് പ്രൈമറി വാസ്കുലർ ടിഷ്യൂ കണ്ടെയ്നിങ് ബോത്ത് സൈലം ആൻഡ് ഫ്ലോയം. എന്താണ് കാമ്പിയം? കാമ്പിയം എന്ന് വെച്ചാൽ ലാറ്ററൽ മെരിസ്റ്റം പ്രസന്റ് ഇൻ വാസ്കുലർ പ്ലാന്റ്സ് വിച്ച് എക്സിബിറ്റ് സെക്കൻഡറി ഗ്രോത്ത്. യെസ്, ദ കാമ്പിയം ഈസ് എ ടൈപ്പ് ഓഫ് ലാറ്ററൽ മെരിസ്റ്റം പ്രസന്റ് ഇൻ വാസ്കുലർ പ്ലാന്റ്സ്. അതായത് ഹയർ പ്ലാന്റ്സിൽ ഉള്ള ലാറ്ററൽ മെരിസ്റ്റമാണ് വിച്ച് എക്സിബിറ്റ് സെക്കൻഡറി ഗ്രോത്ത്. സെക്കൻഡറി ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന പാർട്സ് ആണ്, ഹെൽപ്പ് ചെയ്യുന്ന മെരിസ്റ്റമാണ് കാമ്പിയം. വാട്ട് ഈസ് വെസിക്കുലർ കാമ്പിയം? വെസിക്കുലർ കാമ്പിയം ഈസ് എ ടൈപ്പ് ഓഫ് കാമ്പിയം or the portion of cambium that originate within the vascular bundles in between xylem and phloem. സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും ഇടയിൽ അറേസ് ചെയ്യുന്ന കാമ്പിയത്തിൻ്റെ ഒരു ഭാഗമാണ് വെസിക്കുലർ കാമ്പിയം. Based on the arrangement of xylem and phloem, vascular bundles are classified into two. സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വാസ്കുലർ ബണ്ടിൽസിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? റേഡിയൽ ബണ്ടിൽസ് ആൻഡ് കൺജോയിൻഡ് ബണ്ടിൽസ്. ആദ്യം റേഡിയൽ ബണ്ടിൽസ് എന്താണെന്ന് നോക്കാം. These are the vascular bundles in which xylem and phloem are arranged side by side as separate units in alternate radii. എന്താണ്? xylem and phloem and arranged side by side as separate unit. ഈ ചിത്രത്തിൽ നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതാണ് റേഡിയൽ ബണ്ടിൽസിൻ്റെ ഒരു ഡയഗ്രാം. ഇവിടെ സൈലവും ഫ്ലോയും സെപ്പറേറ്റ് ആയിട്ട്, ആൾട്ടർനേറ്റ് ആയിട്ട്, സൈഡ് ബൈ സൈഡ് ആയിട്ട് ആൾട്ടർനേറ്റ് റേഡിയയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വിത്ത് നോൺ കണ്ടക്റ്റിംഗ് ടിഷ്യൂസ് ഇൻ ബിറ്റ്വീൻ. ഇതിൻ്റെ ഇടയിലുള്ള സ്പേസ്, ക്യാവിറ്റി എല്ലാം ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ സ്പേസിൽ എന്താണുള്ളത്? യെസ്, പാരൻകൈമാറ്റസ് ഓർ സ്ക്ലീറൻകൈമാറ്റസ് ആയിട്ടുള്ള ടിഷ്യൂസ് ഇവിടെ ഉണ്ട്. Xylem and phloem are separated by conjunctive tissues made up of parenchymatous or sclerenchymatous tissues. ഇതിനിടയിൽ പാരൻകൈമാറ്റസോ സ്ക്ലീറൻകൈമാറ്റസ് ആയിട്ടുള്ള ടിഷ്യൂസ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. They are commonly known as conjunctive tissues.
അപ്പോൾ റേഡിയൽ ബണ്ടിൽസ് എന്ന് വെച്ചാൽ എന്താണ്? സൈലം ആൻഡ് ഫ്ലോയം ആർ അറേഞ്ച്ഡ് സൈഡ് ബൈ സൈഡ് ആസ് സെപ്പറേറ്റ് യൂണിറ്റ് alternate radii. In between we can see non-conducting tissues. They are called conjunctive tissues. They are made up of parenchymatous or sclerenchymatous tissues. We can see these radial bundles commonly in angiosperm roots. Angiospermന്റെ റൂട്ട്സിലാണ് റേഡിയൽ ബണ്ടിൽസ് സാധാരണയായി കാണപ്പെടുന്നത്. നെക്സ്റ്റ് കൺജോയിൻറ്റ് വാസ്കുലർ ബണ്ടിൽ. ഇതാണ് കൺജോയിൻറ്റ് വാസ്കുലർ ബണ്ടിൽസ്. Xylem and phloem are arranged in the same radius in close contact with each other. Xylem and phloem are arranged in the same radius. നേരത്തെ റേഡിയൽ അറേഞ്ച്മെന്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് റേഡിയൽ ബണ്ടിൽസിൽ? Xylem and phloem ഡിഫറെന്റ് റേഡിയസിലാണ്, ആൾട്ടർനേറ്റ് ആയിട്ട് ഉള്ള റേഡിയസിലാണ്. ഇവിടെ സെയിം റേഡിയസിലാണ് സൈലം ആൻഡ് ഫ്ലോയം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സൈലം ആൻഡ് ഫ്ലോയം ടുഗെദർ കോൺസ്റ്റിറ്റ്യൂട്ട് എ ബണ്ടിൽ. ഇവിടെ സൈലവും ഫ്ലോയും ഒന്നിച്ച് ഒരു ബണ്ടിലായിട്ടാണ് കാണപ്പെടുന്നത്. കൺജോയിന്റ്, ആ പേരിൽ തന്നെയുണ്ട്, കൺജോയിന്റ് വാസ്കുലർ ബണ്ടിൽസ്. കൺജോയിന്റ് ബണ്ടിൽസിനെ ഫർദർ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. Conjoined bundles are classified into collateral, bicollateral and concentric bundles. Conjoined are classified into 3 collateral bundles, bicollateral bundles and concentric vascular bundles. First one, collateral bundles. ഇതാണ് collateral bundles എന്ന് നോക്കാം. Xylem and phloem lie side by side on the same radius. ഒരേ റേഡിയസിൽ സൈഡ് ബൈ സൈഡ് ആയിട്ട് സൈലവും ഫ്ലോയും ലൈ ചെയ്യുന്നു. സൈലം ടുവേർഡ്സ് ദ സെന്റർ ആൻഡ് ദ ഫ്ലോയം ടുവേർഡ്സ് ദ പെരിഫറി. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം സൈലം എവിടെയാണ്? ടുവേർഡ്സ് ദ സെന്റർ ആൻഡ് ദ ഫ്ലോയം ടുവേർഡ്സ് ദ പെരിഫറി. ആൻഡ് സൈലം ആൻഡ് ഫ്ലോയം ലൈ സൈഡ് ബൈ സൈഡ് ആൻഡ് സൈലം ടുവേർഡ്സ് ദ സെന്റർ ആൻഡ് ദ ഫ്ലോയം ടുവേർഡ്സ് ദി പെരിഫറി. ഇവിടെ there are two types of collateral bundles, open and closed. ചിത്രം നോക്കുക. ഇവിടെ നമുക്ക് ക്ലോസ്ഡ് ടൈപ്പ് ആണ്, ക്ലോസ്ഡ് കൊളാറ്ററൽ ബണ്ടിൽസ് ആണ്. ഇവിടെ നോക്കാം ഓപ്പൺ ടൈപ്പ് ആണ്. ഇൻ ബിറ്റ്വീൻ സൈലം ആൻഡ് ഫ്ലോയം വി ക്യാൻ സീ എ സ്ട്രിപ്പ് ഓഫ് കാമ്പിയം. Open bundles commonly found in dicots and the closed vascular bundles, closed collateral bundles are found in monocots. അതായത് കാമ്പിയം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്താണ്? സെക്കൻഡറി ഗ്രോത്തിന്, ഹയർ പ്ലാന്റ്സിൽ, ഹയർ വാസ്കുലർ പ്ലാന്റ്സിൽ സെക്കൻഡറി ഗ്രോത്തിന് സഹായിക്കുന്നതാണ് കാമ്പിയം. അപ്പോൾ ഓപ്പൺ വാസ്കുലർ ബണ്ടിൽസിലാണെങ്കിൽ എന്താണ്? സെക്കൻഡറി ഗ്രോത്ത് നടക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് കാമ്പിയം അല്ലേ. അപ്പോൾ സെക്കൻഡറി ഗ്രോത്ത് കാണുന്ന പ്ലാന്റ്സ് ഏതൊക്കെയാണ്? ഡൈക്കോട്സ് ആണ് അല്ലേ. ഡൈക്കോട്സിൽ അതുകൊണ്ട് തന്നെ ഓപ്പൺ ബണ്ടിൽസ് ആണ് കാണുന്നത്. ക്ലോസ്ഡ് ബണ്ടിൽസ് കോമൺലി ഫൗണ്ട് ഇൻ മോണോകോട്സ്. മോണോകോട്സിൽ ഇവിടെ കാമ്പിയം ആബ്സെന്റ് ആണ്, അതായത് മോണോകോട്സിൽ സെക്കൻഡറി ഗ്രോത്ത് കാണപ്പെടുന്നില്ല. Next one is bicollateral bundles. ഇതാണ് bicollateral bundles. Median patch of xylem flanked by phloem patches on either side. Median patch of xylem flanked by phloem patches on either side. ഇവിടെ xylem കാണാം, ചിത്രം നോക്കുക, xylem കാണാം, അതിൻ്റെ രണ്ട് ഭാഗത്തും ബൈകൊലാറ്ററൽ ആയി ഫ്ലോയം പാച്ചസും കാണാം. സൈലത്തിനും ഫ്ലോയത്തിനും ഇടയിൽ നമുക്ക് കാമ്പിയം ഇവിടെയും കാണാം, ഇവിടെയും കാണാം. അപ്പോൾ ഇവിടെയുള്ളത് ടുവേർഡ്സ് ദ പെരിഫറി ഉള്ളത് ഔട്ടർ കാമ്പിയം, ടുവേർഡ്സ് ദ സെന്റർ ഇന്നർ കാമ്പിയം. അതുപോലെ തന്നെ ഫ്ലോയം പെരിഫറിയിൽ ഉള്ളത് ഔട്ടർ ഫ്ലോയം,
ടുവേർഡ്സ് ദ സെൻറ്റർ ഉള്ളത് ഇന്നർ ഫ്ലോയം എന്നും അറിയപ്പെടുന്നു. These bilateral bundles are common among the members of Cucurbitaceae. ബൈക്കൊലാറ്ററൽ ബണ്ടിൽസ് നമുക്ക് കോമൺലി കാണാൻ പറ്റുന്നത് കുക്കുർബിറ്റേസിയെ ഫാമിലിയിലാണ്. കുക്കുംബറിൻ്റെ ഫാമിലിയിലാണ് സാധാരണയായി നമുക്ക് ഇങ്ങനെയുള്ള വാസ്കുലർ ബണ്ടിൽസിനെ കാണാൻ വേണ്ടി സാധിക്കുക. ദെൻ കോൺസെൻട്രിക് വാസ്കുലർ ബണ്ടിൽസ്. എന്താണ് കോൺസെൻട്രിക് വാസ്കുലർ ബണ്ടിൽസ്? One type of vascular tissue completely encircle or encloses the other. ഇതാണ് concentric vascular bundle. These are the closed type vascular bundles in which one type vascular tissue completely encircles or encloses the other. Concentric vascular bundles are of two types. Hadrocentric or amphivasal bundle. Concentric vascular bundles രണ്ട് തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? Hadrocentric or amphivasal bundles. Next one is leptocentric or amphicribal bundles. Leptocentric or amphicribal bundles. Concentric bundles. എന്താണ് കോൺസെൻട്രിക് വാസ്കുലർ ബണ്ടിൽസ്? കോൺസെൻട്രേറ്റ് ചെയ്ത് ഒന്ന് സെൻറ്ററിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, ഒന്ന് ഔട്ടർ സൈഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ സൈലും ഫ്ലോയും എവിടെയാണ്? ഔട്ടർ സൈഡിലാണോ സെൻട്രലാണോ എന്ന ബേസിലാണ് നമ്മൾ രണ്ടായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഹാഡ്രോസെൻട്രിക് ഓർ ആംഫിവാസലിൽ എന്താണ്? സൈലം സറൗണ്ട്സ് ദ ഫ്ലോയം. ഇവിടെ ചിത്രം നോക്കാം, നമുക്ക് കോൺസെൻട്രിക് വാസ്കുലർ ബണ്ടിൽസ് കാണാം. ആംഫിവാസൽ ബണ്ടിൽസ് എന്താണ്? ആംഫിവാസൽസ് ഫ്ലോയമാണ് സെൻട്രലിൽ, അതിനെ സറൗണ്ട് ചെയ്ത് അല്ലെങ്കിൽ എൻസർക്കിൾ ചെയ്തിട്ട് നമുക്ക് സൈലത്തെ കാണാം. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ആംഫിക്രൈബൽ. ആംഫിക്രൈബൽ ഓർ ലെപ്റ്റോസെൻട്രിക്. ഇവിടെ സെൻട്രൽ പോർഷനിൽ സൈലം വാസ്കുലർ ബണ്ടിൽസ് ആണ് കാണുന്നത്. സൈലം സറൗണ്ടഡ് ബൈ ഫ്ലോയം വെസൽസ് അല്ലേ? ഫ്ലോയം വെസൽസ് ഔട്ടർ സൈഡിലാണ്. ആംഫിക്രൈബൽ എന്ന് പറയുമ്പോൾ സൈലം സെൻട്രലിലും ആംഫിവാസൽ എന്ന് പറയുമ്പോൾ ഫ്ലോയം സെൻട്രലുമാണ്. Amphivasal bundles found in meristils of ferns, flowers and fruits of angiosperm. എവിടെയൊക്കെയാണ് ആംഫിവാസൽ ബണ്ടിൽസിനെ കാണാൻ പറ്റുക? മെറിസ്റ്റീൽസ് ഓഫ് ഫേൺസ്, പന്നലുകളിൽ, ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് ഓഫ് ആൻജിയോസ്പേംസ്. ആൻജിയോസ്പേംസിൻ്റെ ഫ്രൂട്ട്സിലും ഫ്ലവേഴ്സിലും നമുക്ക് ആംഫിവാസൽ ബണ്ടിലിനെ കാണാൻ വേണ്ടി സാധിക്കും. ആംഫിവാസൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർത്ത് വെക്കുക എന്താണ്? സെൻട്രൽ ആരാണ്? ഫ്ലോയോ ആണ്. Amphicribal bundles found in medulla of some dicots such as rhium, rumex and begonia. rhium, rumex and begonia തുടങ്ങിയ ഡൈക്കോട്സിൽ നമുക്ക് ആംഫിക്രൈബൽ ബണ്ടിൽസിനെ കാണാൻ വേണ്ടി സാധിക്കും. In the medulla of some dicots such as rhium, rumex and begonia. This type of vascular bundles are found in monocot families such as Liliaceae. Liliaceae മെമ്പേഴ്സിലെ ഡ്രസീന, യൂക്ക തുടങ്ങിയ പ്ലാന്റ്സിൽ നമുക്ക് ആംഫി ഏതാണ് കാണുന്നത്? കോൺസെൻട്രിക് ആണ് അല്ലേ? This type of vascular bundles are found in monocot families such as Liliaceae. Then in Araceae, Funcaceae, Cyperaceae തുടങ്ങിയ മോണോകോട്ട് ഫാമിലീസിൽ നമുക്ക് ഏത് കാണാം? ലെപ്റ്റോസെൻട്രിക് വെസൽസ്. അതായത് ലെപ്റ്റോസെൻട്രിക് എന്താണ്? ആംഫിക്രൈബൽ ബണ്ടിൽസ് ആണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. ആംഫിവാസൽ ബണ്ടിൽസ് ഓർ ഹാഡ്രോസെൻട്രിക് found in meristils of ferns, flowers and fruits of angiosperm. Amphicribal ഏതിലൊക്കെയാണ് കാണുന്നത്? medulla of rhium, rumex, begonia. monocot families ആയ Liliaceae, Araceae, Funcaceae, Cyperaceae നമുക്ക് ആംഫിക്രൈബൽ ബണ്ടിൽസ് ആണ് കാണുന്നത്.
ഇത്രയൊക്കെയാണ് നമ്മുടെ ടൈപ്സ് ഓഫ് വാസ്കുലർ ബണ്ടിൽസ്. ഇതിനകത്ത് ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നത് ഇത്രയൊക്കെയാണ്. മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.